അതേ സാറാണോ പുതിയ ഡ്രസ്സാണ് ഇന്ന് നമ്മളെ ബയോളജിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നാണ് കഴിഞ്ഞത്. പക്ഷേ വീഡിയോ നിങ്ങൾക്ക് തലേ ദിവസം കഴിഞ്ഞ പോലെയാണ് വരിക. പക്ഷേ വീഡിയോ വരാൻ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബയോളജിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ല ടഫായിരുന്നു, എൻ്റെ അഭിപ്രായം പറയാലോ. ടഫായിരുന്നു, പാസ്സാവൊക്കെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ 7 പേജിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 7 പേജിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഏകദേശം 18 ക്വസ്റ്റ്യനാണ് പേപ്പറിലുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ടഫ് ആയിരുന്നെന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. പിന്നെ വരുന്നത് ഇത് ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളത് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഈസി തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടും മാർക്ക് ഇനി കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതിനാണ് നമുക്ക് മാർക്ക് കിട്ടും തോന്നുന്നത് അത് ചെയ്യാം. അപ്പോൾ പോട്ടെ. അപ്പോൾ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ കുറച്ച് ടഫാണ്. പിന്നെ ഈ ക്വസ്റ്റ്യനാണ് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നി ഈ ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ തന്നെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതും കുറച്ച് ഈസി ആയിരുന്നു. ഇതും നമ്മൾ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ച് വലുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബയോളജീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ പ്രശ്നമാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് തന്നെ എഴുതി വെക്കണം. അപ്പോൾ എന്തൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടൂല. അപ്പോൾ അതാണ് ബയോളജീൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. പിന്നെ ഇവിടെ ഒരു പാർട്ട് ഫുൾ ലേബൽ ചെയ്യാനല്ല. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ ലേബൽ ചെയ്യാനൊന്നും വന്നിട്ടില്ല. ഒരു പാർട്ടങ്ങാരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 1-2 പാർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്വസ്റ്റ്യനാണ്. 2-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം മുമ്പിലത്തെ പാടത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ട് ഓർമ്മിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് എനിക്ക് തെറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എഴുതിയത് ഡി ആണ് ആൻസർ. അത് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് സമയത്ത് നമുക്ക് ലാസ്റ്റ് തൊട്ടാണ് അത് ഒന്നും കൂടി നോക്കിയപ്പോഴാണ് അത് തിരിഞ്ഞത്. അപ്പോഴേ ഞാൻ എഴുതിയിട്ടില്ല. ബട്ട് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ടില്ല. അപ്പോൾ അത് സീനില്ല, ഒരു മാർക്ക് പോട്ടെ. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിരുന്നു. ഫസ്റ്റത്തെ ലെൻറ്റി സെൽസ് ആണ് ഫസ്റ്റത്തെ ആൻസർ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് സി ആണ് ആൻസർ. ഇതും സി തന്നെയാണ് ആൻസർ. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. പാസ്സൊക്കെ ആവും, സെറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടുള്ള ആൾക്കാരും ടഫായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഈസി ആയിരുന്നു. ഇപ്പോൾ എക്സ് മസിൽ ഫ്ലെക്സർ മസിലാണ് വരുന്നത്, വൈ എക്സ്റ്റൻസർ മസിലാണ് വരുന്നത്. എക്സ്റ്റൻസർ മസിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ അടിയിൽ ഈ ഒരു ക്വസ്റ്റ്യനും ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ആണ് ടഫാക്കിയത്. ഇതൊക്കെ എനിക്ക് ഒന്നാമെന്ന് വെച്ചാൽ തിരിഞ്ഞിട്ടില്ല. നമ്മൾ ഇതും നോക്കി ഇങ്ങനെ തന്നെ ഇരുന്ന് വേറെ എന്ത് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റത്തത് വൈറസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഏതായിരുന്നു? രണ്ടാമത്തേത് ഏതെല്ലാം എഴുതിയെന്ന് ഓർമ്മ ഇട്ടില്ല ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ഇത്രയാണ് ബയോളജിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഫിസിക്സ്, സോഷ്യൽ, മാത്സ്, പിന്നെ മലയാളം സെക്കൻഡ്, പിന്നെ കെമിസ്ട്രി. ഇത്ര എക്സാമാണ് നമ്മൾ വരുന്നത്. ഏകദേശം 6 എക്സാം വരുന്നുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വലിയ സീനൊന്നും ഇല്ല. പക്ഷേ മാത്സ്, സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രിയാണ് കുറച്ച് ടഫായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മാർക്ക് സെറ്റായിക്കോ ഇല്ലെങ്കിൽ വെക്കേഷന് ക്ലാസ്സും പിന്നെ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പ്രശ്നമാകും ഗൈസ്. പിന്നെ 10th ആകുമ്പോൾ ട്യൂഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പഠിച്ചോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ്, അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് എടുത്തോ. പുതിയ വീഡിയോ ഒക്കെ